ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. സാറ്റർഡേ ആയിട്ട് രാവിലെ ഇന്ന് ഗോതമ്പ് ദോശയും ചമ്മന്തിയാണ്. കാരണം ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് എന്തായാലും ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നില്ല, പുറത്തുനിന്ന് കഴിക്കാമെന്നുള്ള തീരുമാനത്തിലാണ്. അതിന് ഞാൻ വിചാരിച്ച് രാവിലെ അങ്ങ് ഗോതമ്പ് ദോശയും ചമ്മന്തിയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ രാത്രിയിലത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം എന്താണെന്ന് അറിയത്തില്ല, വീക്കെൻഡ് ആകുമ്പോഴത്തേനും എനിക്ക് അപ്പം ഈ വീക്കെൻഡ് ഉണ്ടാക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചതാണ്. അപ്പം ഉണ്ടാക്കണ്ട, വേറെ വല്ലതും അതിന് പകരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച. പക്ഷെ ഇന്നലെ രാത്രി ആയപ്പോഴത്തേനും ഇങ്ങനെ ഉച്ചയ്ക്ക് പുറത്തുനിന്ന് കഴിക്കാം അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ അപ്പോൾ വന്നു കഴിയുമ്പോൾ എനിക്ക് ഈ ചപ്പാത്തി കിടന്ന് ഉണ്ടാക്കാൻ ഉള്ള ഒരു ക്ഷീണം എനിക്ക് വയ്യ. അപ്പം ഞാൻ വിചാരിച്ചു അപ്പത്തിന് അങ്ങ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ അത് രാത്രിയിലത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ പുറത്ത് പോകുന്നുണ്ട്. ഞാൻ വർത്താനം പറഞ്ഞിരുന്ന കല്ല് ഓവറായിട്ട് അങ്ങ് ചൂടായിപ്പോയി. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ എന്തായാലും ഗോതമ്പ് ദോശയും ചമ്മന്തിയും അതൊന്നും കാണിക്കുന്നൊന്നുമില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെയാണ്. ആർക്കും വലിയ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഗോതമ്പ് ദോശ. പണ്ട് എനിക്ക് ഇഷ്ടമായിരുന്നു, ഇപ്പം എനിക്കങ്ങ് ഒരു വെറുപ്പായി. ഞാനിപ്പം എന്താ പറയുന്നത്, എനിക്കങ്ങോട്ട് ഗോതമ്പ് ദോശയ്ക്ക് മടുത്ത ഒരു ഫീൽ എനിക്ക് തോന്നി. കൊച്ചിലെയും പിന്നെ ഒരു കുറച്ച് നാൾ മുമ്പ് വരെ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നേ. ഇപ്പോൾ ഒരു 1-2 മാസമായിട്ട് എനിക്കെന്തോ ഗോതമ്പ് ദോശ എനിക്കങ്ങോട്ടൊരു ഭയങ്കര ഒരു എന്താ പറയുന്നത്, എനിക്ക് കഴിക്കാൻ അങ്ങോട്ടൊരു ഇൻട്രസ്റ്റ് തോന്നത്തില്ല. ഇതങ്ങ് പോയി. കൊച്ചിലേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഭയങ്കര ഇഷ്ടമായിരുന്നു ഗോതമ്പ് ദോശ. അത് പോട്ടെ. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ. ഇപ്പം ദോശ ഏകദേശമൊക്കെ ചുട്ട് തീരാറായി. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പോകാൻ നേരത്തെ കാണാം. അപ്പോൾ നമ്മൾ ഐക്യ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് വണ്ടി എടുക്കുന്നില്ല. ഈ 2 വീലറിൽ വെയിലത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ബ്ലോക്കൊക്കെ വരുവാണെങ്കിൽ അവിടെ കിടന്ന് വെയിൽ കൊള്ളും. അതുകൊണ്ട് ഞങ്ങൾ മെട്രോയിൽ പോകാനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ മെട്രോ സ്റ്റേഷൻ വരെ ഓട്ടോയിൽ പോയിട്ട് അവിടുന്ന് മെട്രോയ്ക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ എളുപ്പമാണ്. ഐക്യപ്പോൻ മെട്രോയാണ് ആക്ച്വലി എളുപ്പം. അപ്പോൾ നമുക്ക് ഐക്യയിലേക്ക് പോവാം. നല്ല നീളമുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ പോകും. ഐക്യയിലെത്തിയിരിക്കുകയാണ്. ആദ്യം തന്നെ പോയി ഫുഡ് കഴിക്കാൻ പോവാണ്. വിചാരിച്ചതിൽ ഞങ്ങൾ താമസിച്ചു പോയി. ഇറങ്ങിക്കഴിഞ്ഞ് ബ്ലോക്കിലൊക്കെ പെട്ട് വന്നപ്പോഴത്തേക്കും എങ്ങനെയുണ്ട് ശ്രീഹരി ഫുഡ്?
ടേസ്റ്റ് ഉണ്ട്. ഇഷ്ടപ്പെട്ടാ? അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇതേ നമ്മൾ കഴിച്ച പ്ലേറ്റുകൾ ഇതേ കഴുകാൻ വേണ്ടിയിട്ട് പോകുന്നു. ഞങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെ ഇന്നത് വാങ്ങിക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ വന്നതല്ല. ഞങ്ങൾ ആക്ച്വലി ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. എനിക്ക് ഇവിടുത്തെ ആ ഒരു സ്വീഡിഷ് ക്യുസീൻ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ മനസ്സങ്ങ് മാറി. മീൻസ് എനിക്കൊരു പേടിയായി. വേണ്ടാത്തത് വെറുതെ നമ്മൾ ഇതുവരെ കഴിച്ച് പരിചയമില്ലാത്തത് കഴിച്ച് കഴിഞ്ഞ് വയറ്റിന് വല്ല പ്രോബ്ലം വരുമോ എന്നുള്ള പേടി അതെനിക്കൊരു പെട്ടെന്നുണ്ടാകലായിരുന്നു. അപ്പോൾ ഞാൻ മാറ്റി വീണ്ടും നമ്മുടെ സാധാരണ ഇന്ത്യൻ തന്നെ വാങ്ങിച്ചു. അങ്ങനെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. ഇപ്പോൾ എനിക്ക് പെട്ടെന്നൊരു പേടി കയറും, ഇനി ഞാൻ കഴിച്ചിട്ട് വല്ലപ്പോൾ പ്രോബ്ലം ആവുമെന്ന്. ഇത് ഒറിജിനൽ ഫ്ലവറാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ പ്രത്യേകിച്ച് വാങ്ങിക്കാൻ ഉന്നം വെച്ചൊന്നും വന്നതല്ല. ഇവിടെ ഞാൻ ചുമ്മാ പാത്രങ്ങളുടെ ഇടയിൽ പിന്നെ കുറേ നേരം ഞാൻ കിടന്ന് കറങ്ങുമല്ലോ. വാങ്ങിച്ചില്ലെങ്കിലും കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാത്രങ്ങൾ ആക്ച്വലി ഇപ്പം ഞാൻ വാങ്ങിക്കത്തില്ല അങ്ങനെ, കാരണം ആവശ്യത്തിലധികം ഉണ്ട്. ഇതെല്ലാം കൂടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ എനിക്ക് ആക്ച്വലി സ്ഥലമില്ല. അതുകൊണ്ട് എനിക്ക് ഈ കണ്ടെയ്നേഴ്സ് ഞാൻ നോക്കിയായിരുന്നു, അത് വാങ്ങിച്ചായിരുന്നു. ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന, ഫ്രീസറിലൊക്കെ സ്റ്റോർ ചെയ്യുന്ന കണ്ടെയ്നേഴ്സ്. പിന്നെ ഈ സംഭവമില്ലേ വാട്ടർ, അതിലേക്ക് ഞാൻ പിന്നെ വരാം. ഇതൊക്കെ നല്ല ഭംഗിയാണ്, പക്ഷെ അതൊന്നും ഞാൻ വാങ്ങിക്കത്തില്ല, കാരണം ഞാനത് ഉപയോഗിക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് പിന്നെന്താണ്, അങ്ങനെ കാണാൻ എനിക്ക് ഈ മഗ്ഗുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഉണ്ട്, അതുകൊണ്ട് ഞാനിതൊന്നും എടുത്തില്ല. കണ്ടെല്ലാം നോക്കി പിന്നെ വന്ന് വാങ്ങിക്കാമെന്നുള്ള രീതിയിൽ ഞാനങ്ങ് വെക്കും. വേണോ? എത്ര ലിറ്റർ ആയിരിക്കും? ഈ വാട്ടർ ഡിസ്പെൻസർ ഉണ്ടോ, ഇത് വാങ്ങിക്കണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും, ശ്രീഹരിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഞങ്ങളുടെ അവിടെ എവിടെ വെക്കും എന്നുള്ളതിന് ഞങ്ങൾക്കൊരു ധാരണയില്ലായിരുന്നു. അപ്പം സ്ഥലം കാണുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ശ്രീഹരി വന്നിരുന്ന് പറയുന്നുണ്ട് അത് നമുക്ക് വാങ്ങിക്കായിരുന്നു. അതുകൊണ്ട് മിക്കവാറും അത് വാങ്ങിക്കാൻ വീണ്ടും ഇവിടേക്ക് ഒന്നുകൂടെ വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യമായിരുന്നു കഴിഞ്ഞ വർഷമല്ലേ ഈ ഗ്ലാസിൻ്റെ ഇതുപോലുള്ള പാത്രങ്ങളിൽ ചായ തിളപ്പിക്കുന്ന കാര്യമൊക്കെ. ഇപ്പം അങ്ങനെ അധികം കാണാറില്ല.
അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ ഒരു ഉച്ച സമയമൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. ഇതുവഴിയാണ് ഇറങ്ങേണ്ടത്. അവിടെ അല്ല, തിരിച്ച് മെട്രോയിലല്ല പോകുന്നത്. തിരിച്ച് മെട്രോയിൽ പോകാൻ എന്താ പറയുന്നത്, മെട്രോയിൽ പോകാൻ പറ്റത്തില്ല. കാരണം കത്രികയോ കയ്യിലുള്ളത് കൊണ്ട് മെട്രോയിൽ പോകാൻ പറ്റത്തില്ല. അവിടുന്ന് ഞങ്ങൾ ഓട്ടോ പിടിച്ച് പോവാം. ഹായ്. അപ്പം ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിടന്നു, ചായ കുടിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം ഇപ്പം നമുക്ക് പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. ഇതാ നിൽക്കുന്നു ഞങ്ങളുടെ ചീര ചേച്ചി. ഇപ്പോൾ ഈ ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് ഞാൻ സ്ഥിരം ചീര വാങ്ങിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ചീരയെല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ KPNലൊന്നും പോകുന്നില്ല. കാരണം ഗ്രോസറീസ് ഒന്നും വാങ്ങിക്കാനില്ല. അപ്പോൾ പച്ചക്കറി മാത്രം വാങ്ങിക്കാനുള്ളതുകൊണ്ട് ഇവിടെ നിന്ന് വന്ന് ഞങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുകയാണ്. അപ്പോൾ എന്താ പറയുന്നത്, അത്രയൊക്കെ ഉള്ളു. ചെറിയ ഷോപ്പിങ്ങിന് കുറച്ച് മരുന്ന് വാങ്ങിക്കാനുണ്ട്. അപ്പം അതെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഞാനുണ്ടല്ലോ പുറത്തു പോയി ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. ഇരുട്ടുണ്ടോ? ഞാൻ ആ ലൈറ്റൊക്കെ ഇടട്ടെ. അത് ഈ രാത്രി വീഡിയോ എടുക്കുമ്പോഴത്തേന് എപ്പോഴും എനിക്ക് അങ്ങോട്ട് ലൈറ്റ് അങ്ങോട്ട് ശരിയാകാത്ത പോലെ ഒരു ഫീല് തന്നു. ഇപ്പോഴാണെങ്കിൽ രാത്രിയിലാണ്, രാവിലെ ഈ പകല് എനിക്ക് ഭയങ്കരമായിട്ടും ചൂടെടുക്കുന്നു ഈ ഇങ്ങോട്ട് വെയിലടിക്കുമ്പോഴേ. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ഒരു ചെറിയ മടി. രാവിലത്തെ എങ്ങനെയെങ്കിലും ഇതിനകത്തുനിന്ന് സാധനങ്ങളൊക്കെ മീൻസ് ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങ് പോകണം എന്നുള്ള ചിന്തയിലിരിക്കുമ്പോൾ എനിക്ക് തോന്നത്തില്ല. അതാണ് ഇപ്പോൾ രാത്രിയിലത്തേക്ക് വീഡിയോ വരുന്നത്. ഞങ്ങൾ പോയിട്ട് വന്നു. പോയിട്ട് വന്നു കഴിഞ്ഞ് ഞങ്ങൾ ഭയങ്കര ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സാധനങ്ങളൊക്കെ കുറേ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങിച്ചിട്ട് വന്നു. ചിക്കനും വാങ്ങിച്ചിട്ട് വന്നു. നമുക്ക് രാത്രിയിൽ ഇന്ന് അപ്പവും വറുത്തരച്ച ചിക്കൻ കറിയാണ്. വറുത്തരച്ചെന്ന് വെച്ചാൽ ഞാൻ തേങ്ങ ഓൾറെഡി വറുത്തത് ഇരിപ്പുണ്ട് ഫ്രീസറിൽ. ഞാൻ 3-4 ദിവസം മുമ്പ് വറുത്ത് വെച്ചത്. അതിൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു പോർഷൻ മാത്രം എന്ന് വെച്ചാൽ ഒരു ഇത് മാത്രം കേടായിട്ട് വന്നു. ഇപ്പോഴാണെങ്കിൽ ഇവിടെ തേങ്ങയ്ക്ക് നല്ല വില. ഒരു തേങ്ങയ്ക്ക് 50 രൂപയാണ്. അപ്പം ഞാൻ വിചാരിച്ചതങ്ങ് വറുത്ത് വെക്കാമെന്ന്. അത് ആ ഭാഗം കട്ട് ചെയ്തിട്ട് ബാക്കി ഞാനങ്ങ് വറുത്ത് വെച്ചു. എനിക്ക് പച്ചയ്ക്ക് അരയ്ക്കുന്ന കറികളിൽ അരയ്ക്കാനൊരു പേടി, ഈ കേടാകുമെന്നൊക്കെ. അപ്പം അതങ്ങ് ഫ്രീസറിൽ അങ്ങ് വറുത്ത് വെച്ചു. ആ പോർഷനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ നന്നായിട്ട് വറുത്ത് അങ്ങ് ഫ്രീസറിൽ വെച്ചു. അപ്പം അതിരിപ്പുണ്ട്. അപ്പം നമുക്ക് വേഗം ഒരു തേങ്ങ വറുത്തതും കൂടെ അതിനകത്ത് ചേർക്കാം ആ ചിക്കൻ കറിക്കകത്ത്. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു. ഞാൻ വിചാരിച്ചു ചിക്കൻ അങ്ങ് നമുക്ക് പുരട്ടി വെച്ചിട്ട് പോയി ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞാൻ ആ വന്ന പടി തന്നെ ഇത് നനയ്ക്കാനിടാനുള്ള ഡ്രസ്സായിരുന്നു. അപ്പം ഞാൻ ചിക്കൻ അങ്ങ് എടുത്ത് ക്ലീൻ ചെയ്തിട്ട് ഇതങ്ങ് നനയ്ക്കാനും ഇടാം. എന്നിട്ട് വന്ന് കറി വയ്ക്കാം. അപ്പോഴത്തേനും കുറച്ചെങ്കിലും പിടിക്കുമല്ലോ. പിന്നെ അയക്കെ പോയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് വലിയൊരു എന്താ പറയുക, ഒത്തിരി കാര്യങ്ങളൊന്നും വാങ്ങിച്ചില്ല. കുറച്ച് അങ്ങനെ സ്പെഷ്യലായിട്ട് വാങ്ങിച്ചില്ല. പിന്നെ ഞാനിങ്ങനെ എന്താ പറയുന്നത്, സ്പെഷ്യൽ എന്ന് വെച്ചാൽ അതൊന്നും അങ്ങനെ ഇന്നത് വാങ്ങിക്കണമെന്നും പറഞ്ഞൊന്നും പോയതല്ല. അവിടെ കണ്ടപ്പം വാങ്ങിച്ചതാണ്. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ, എങ്ങനെ ഇരിക്കുന്നു ഫുഡ് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി പോയത്. അപ്പോൾ അവിടെ ഞങ്ങൾ നോൺ വെജ് അങ്ങനെ പുറത്തുനിന്ന് കഴിക്കാറില്ല ഇപ്പം. പ്രത്യേകിച്ച് ഇവിടെ നിങ്ങൾ വീഡിയോയിലൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എപ്പോഴും നോൺ ഞാൻ വെക്കുന്നതാണ് ഉപയോഗിക്കുന്നത്. വെജാണ് ഞങ്ങൾ കൂടുതലും പുറത്ത് പോകുമ്പോൾ ഇപ്പോൾ കഴിക്കുന്നത്. അത് എൻ്റെ ടൈഫോയിഡിന് ശേഷമാണ്. എൻ്റെ ആവശ്യമില്ലാത്ത പേടിയും കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ് അങ്ങനെ ഞാൻ വെജ് കഴിക്കാനായി ഞാൻ എപ്പോഴും ഇതാവത്തുള്ളൂ. പിന്നെ ശ്രീഹരിക്കും കുഴപ്പമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ വെജ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് അവിടെ മലബാർ പൊറോട്ട, നമ്മുടെ ഒരു ഇന്ത്യൻ ക്യുസീൻ അതായിരുന്നു. മറ്റവരുടെ ഉണ്ട് സ്വീഡിഷ് ക്യുസീനിൽ സംഭവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അതൊന്നും ടേസ്റ്റ് നോക്കാനുള്ള ഒരു എന്താ പറയുന്ന ഒരു ധൈര്യമില്ല. അതുകൊണ്ടാണ്. പക്ഷെ അത്യാവശ്യം നല്ല എന്താ പറയുന്നത് പനീർ ബട്ടർ മസാലയും
കുഴപ്പമില്ലായിരുന്നു. ഭയങ്കര ടേസ്റ്റ് എന്ന് ഞാൻ പറയത്തില്ല, എന്താ പറയുന്നത്, കുഴപ്പമില്ല, നമുക്ക് കഴിക്കാനൊക്കെ പറ്റും. കഴിക്കാൻ പറ്റും, പിന്നെ നല്ലപോലെ കഴിക്കാൻ പറ്റും. അതും ചോറും ഒക്കെ കൂടെ വാങ്ങിച്ചത്. പിന്നെ ഞാനൊരു എന്തേലും ഒരു സ്വീറ്റ്സ്, ഞാനിപ്പോൾ കുറേ നാളായി ഒരു സ്വീറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട്. അപ്പം അവിടെ ചോക്ലേറ്റ് കേക്ക് ഉണ്ടായിരുന്നു, ഈ ചീസ് കേക്ക് ഉണ്ടായിരുന്നു, പിന്നെ എന്തോ മാംഗോ സംഭവം ഒരു കേക്കും കൂടെ ഉണ്ടായിരുന്നു, അത് ഞാൻ ഓർക്കുന്നില്ലേ. അപ്പം ഞാൻ ഈ ചോക്ലേറ്റ് കേക്കും ചീസ് കേക്കും ഇവിടുത്തെ ട്രൈ ചെയ്യണമെന്ന് പല റീലിനകത്ത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് ഈ ചോക്ലേറ്റ് വരുമ്പോഴത്തേനും തലവേദന എടുക്കും. എനിക്കൊരു പ്രശ്നം, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചോക്ലേറ്റ് കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ, ഇപ്പം കേക്കായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തലവേദന എടുക്കും. അതുകൊണ്ട് ഞാൻ ചോക്ലേറ്റ് മാറ്റിയിട്ട് അത് മറ്റത് മാംഗോയുടെ എന്തോ ആയിരുന്നതുകൊണ്ട് എനിക്ക് അങ്ങോട്ടൊരു വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല. എനിക്ക് മാംഗോ ഫ്ലേവർ എനിക്ക് അത്രയും ഈ കേക്കിലൊന്നും എനിക്ക് വലിയൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതെടുത്തു. അതിനാണെങ്കിൽ ഒടുക്കത്തെ മധുരവും മത്തടിച്ച് പോയ പോലെ ആയിപ്പോയി. പിന്നെ അതുകൊണ്ട് അങ്ങനെ അങ്ങ് ആയിപ്പോയി. അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്, വേറെ ഒന്നും അധികം കഴിച്ചൊന്നുമില്ല. അത് കഴിച്ച പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേകിച്ച് അങ്ങനെ വലിയ വിശപ്പൊന്നും അവിടെ നിന്ന് കഴിച്ച പിന്നെ ഉണ്ടായിട്ടില്ല. ഇതുവരെ ഞങ്ങൾ ഫുഡ് ഒന്നും ചായ കുടിച്ചതല്ലാതെ ഫുഡായിട്ടൊന്നും കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ അവിടുന്ന് വാങ്ങിച്ചത് ഈ ഒരു ഐറ്റം ആണേ. ഈ ഐറ്റം ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കണം. ഇത് എനിക്ക് ചിലപ്പം ചിലവർക്ക് തോന്നും ഇത് വലിയ യൂസ്ഫുള്ളായി. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് നമ്മുടെ ഇലയൊക്കെ എന്താ പറയുന്നത് കഴുകിയിട്ട് ഉണക്കാൻ പറ്റിയ സംഭവം. ഇതിങ്ങനെ കറങ്ങി കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം ഡ്രെയിൻ ചെയ്ത് വരും. ഇത് ഞാൻ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട്, ആമസോണിലും ഇത് അവൈലബിൾ ആണ്. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ആ സമയത്ത് ഞാൻ നോക്കിയിട്ടുണ്ട് ആമസോണിൽ ഈ ഒരു കാര്യം, പക്ഷെ അപ്പം ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ ഇന്ന് ഞാൻ അവിടെ വെച്ച് ഇത് കണ്ടപ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് എനിക്ക് അത്യാവശ്യം എനിക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തതാണ്. ഇത് നമുക്ക് നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ചീര വാങ്ങിച്ചിട്ടുണ്ട്. ചീര ഇവിടെ മിക്കവാറും ദിവസങ്ങളുണ്ടല്ലോ. അപ്പം എനിക്കിത് ചീരക്കകത്ത് ആ വെള്ളം ഡ്രെയിൻ ചെയ്ത് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഇരിക്കുകയും ചെയ്യുമല്ല. പിന്നെ നമുക്ക് തോരനൊക്കെ വെക്കുമ്പോൾ നല്ലതായിട്ട് കിട്ടുന്ന ആ വെള്ളം കുറേ ഇങ്ങനെ തോരൻ വെക്കണം, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇതവിടെ ഇരിക്കട്ടെ. ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ കണ്ടെയ്നർ കണ്ടതും അവിടെ നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന ടൈപ്പ് കണ്ടെയ്നേഴ്സ്, പിന്നെ കത്രിക, പിന്നെന്തോ അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലാതെ വേറെ അങ്ങനെ വലിയ ഐറ്റംസ് ഒന്നും അങ്ങനെ. പിന്നെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെറിയ കാര്യങ്ങൾ. ചവിട്ടി അവിടെ കണ്ടപ്പോഴത്തേനും തൊട്ട് നോക്കിയപ്പോഴത്തേനും നല്ല സുഖം. അപ്പം അങ്ങനെയുള്ള 2-3 കാര്യമൊക്കെ വാങ്ങിച്ച്, വേറെ ഒന്നുമില്ല. അപ്പം നമുക്ക് ചിക്കൻ പെരട്ടി വെക്കാം. ചിക്കൻ പെരട്ടി വെക്കാൻ ആക്ച്വലി ഞാൻ ചിക്കൻ പെരട്ടി വെച്ചിട്ടുള്ള കറികളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചിക്കൻ പെരട്ടി വെച്ചിട്ട് വറുത്തരച്ച് ഞാൻ ചെയ്തിട്ടില്ല. വറുത്തരച്ച കറികളും ചെയ്തിട്ടുണ്ട്. എന്തായാലും തേങ്ങ ഇനിയിപ്പോൾ അവിടെ ഇരിപ്പില്ല. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി അതിനകത്ത് കുറച്ച് നമുക്ക് പെരുംജീരകവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അത് അരച്ചെടുക്കാം. ഇപ്പം നമുക്ക് ചിക്കനകത്തേക്ക് നമുക്ക് മസാലയൊക്കെ ഒന്ന് പെരട്ടി വെക്കാം. മസാല ചൂടാക്കിയിട്ട് ഞാൻ പെരട്ടത്തുള്ള. പ്രത്യേകിച്ച് ചിക്കനിലും അതെ, ചിക്കൻ ആണെങ്കിലും മട്ടൻ ആണെങ്കിലും ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. എന്താ പറയുന്നത്, അങ്ങനെ ചെയ്യത്തുള്ളൂ. പെരട്ടി വെച്ചിട്ട് ഞാൻ എടുക്കത്തുള്ളൂ. മീൻസ് പെരട്ടി വെച്ചിട്ടല്ല, ചൂടാക്കിയിട്ട് ഞാൻ പെരട്ടി വെക്കത്തുള്ളൂ. ലൈറ്റർ കാണുന്നില്ല. ഞാൻ ആ ഒരു കോലത്തിൽ നിൽക്കുക. ഞാൻ വിചാരിച്ചു ഇതങ്ങ് ചെയ്ത് വെച്ചിട്ട്, ഞാൻ ഉള്ളി ഒന്നും അരിഞ്ഞ് വെച്ചിട്ടില്ല, അതായത് ഇതങ്ങ് പെരട്ടി വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നേരം ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം നമുക്കിനി മസാലയൊക്കെ പെരട്ടാം. അപ്പം നമുക്ക് മസാലയൊക്കെ പെരട്ടി വെക്കാവേ. മസാലയൊക്കെ പെരട്ടി വെക്കാം. ഞാൻ ഓഫ് ചെയ്ത് ചൂടായപ്പോഴേ, അല്ലെങ്കിൽ ചിലപ്പം കരിഞ്ഞു പോകും. അപ്പം ഓരോന്നോരോന്നാല്. ഇതുവരെ ഞാൻ ഇതിനകത്ത് സ്പൂൺ ഇടാനുള്ള സമയം എനിക്കായിട്ടില്ല. ആദ്യം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്.
പിന്നെ മല്ലിപ്പൊടി മതി. ഇത് ചിക്കൻ മസാലപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി. അപ്പം ഇത്രയും കാര്യങ്ങളുണ്ട്. ഇത് നമുക്കിപ്പം ഒന്ന് ചൂടാക്കി എടുക്കാം നല്ലപോലെ. നമ്മുടെ ഈ മസാല പുരട്ടി വെക്കാം. ഒത്തിരി നേരം ഇരുന്ന് കഴിഞ്ഞാലേ ഇത് ഈ ചട്ടിക്കകത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഉപ്പ് തീർന്നിരിക്കുക, ഇതിനകത്തും തീർന്നിരിക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ട് പുരട്ടി കൊടുക്കാം. ഇന്ന് ഞാൻ കുറച്ച് വെപ്രാളം കാണിക്കണം. എന്തിനാന്ന് തന്നെ എനിക്കറിയത്തില്ല. അപ്പവും കൂടെ ചുട്ടാൽ മതി. ആവശ്യമില്ലാതെ ഒരു വെപ്രാളം ഞാൻ കാണിക്കുന്നുണ്ട്. അതിൻ്റെ കോലാഹലങ്ങൾ ഇവിടെ അറിയാനുമുണ്ട്. ഇങ്ങനെ ഇത് എന്തെങ്കിലും കൊണ്ട് അടച്ചു വെക്കട്ടെ. അപ്പം ഇതിങ്ങനെ ഇരിക്കട്ടെ. ഞാനൊന്ന് ഡ്രസ്സൊക്കെ മാറി ഒന്ന് മേലൊക്കെ കഴുകിയിട്ട് വന്നിട്ട് നമുക്ക് ഞാൻ ചിക്കൻ 7:30 ആകുമ്പോൾ റെഡി ആവുമെന്ന് വിചാരിച്ചതാണ്. എനിക്കറിയത്തില്ല, എനിക്ക് ഇതിന് ആവശ്യമില്ലാത്തൊരു വെപ്രാളവും ആവശ്യമില്ലാത്തൊരു ധൃതി. ചിക്കൻ കറി മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഓൾറെഡി ഇരിപ്പുണ്ട്. നമ്മൾ ഡ്രസ്സ് മാറിയിട്ട് വരട്ടെ. ഞാനുണ്ടല്ലോ ഇവിടെ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാ? സബോള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, തക്കാളി, ഇത്രയും കാര്യങ്ങൾ ഇതേണ്ട അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ ഇതിനകത്ത് ഇനി വേറെ പൊടികൾ ഞാനിനി ചേർക്കുന്നില്ല. ഒരു മിനിറ്റ്. ഇതിനകത്ത് ഞാനിനി വേറെ പൊടികൾ ചേർക്കുന്നേ ഇല്ല. അപ്പം ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്ക ഈ വക കാര്യങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചിക്കൻ കറി ഇങ്ങനെ നമ്മൾ നാടൻ രീതി വെക്കുമ്പം ഈ പട്ട, ഗ്രാമ്പു, ഏലക്ക ചേർത്ത് ആദ്യം മൂപ്പിക്കുന്നത് അതിന് നല്ല ടേസ്റ്റാണ്. ഞാൻ അങ്ങനെ അല്ലാതെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതിനെ ചേർക്കാതെ ഡയറക്റ്റ് എളുപ്പത്തിൽ ചിക്കൻ കറി വെച്ചിരിക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെ ഹോൾ സ്പൈസസ് ഒന്നിട്ട് മൂപ്പിച്ചിട്ട് വെക്കുന്ന ചിക്കൻ കറിക്കാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബേ ലീഫ് ഞാനിപ്പോൾ മേടിച്ചിട്ട് എന്താണെന്ന് അറിയത്തില്ല, ഒത്തിരി നാളായി, ഞാനങ്ങ് മറന്നുപോകും. പൊട്ടിത്തെറിക്കല്ലേ. ബേ ലീഫും കൂടെ ചേർത്താൽ നല്ലതാണ്. ഞാൻ ബേ ലീഫ് പക്ഷെ എൻ്റെ കയ്യിൽ എല്ലാവരും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. അതൊന്നും ഓവറായിട്ട് മൂക്കില്ല ഇഞ്ചി വെളുത്തുള്ളി. ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് തുടങ്ങുമ്പോൾ തന്നെ സബോള ചേരണം. അല്ലെങ്കിൽ ഈ വെളുത്തുള്ളി ഇഞ്ചിയും ഓവറായിട്ട് മൂത്ത് കഴിഞ്ഞാൽ എന്ത് വെച്ചെന്നറിയാമോ, ആ ചൊവ ഇങ്ങനെ മുന്നിട്ട് നിൽക്കും. സബോള ചേർത്ത് കൊടുക്കാം, പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. വേറെ പ്രത്യേകിച്ച് ഞാൻ പൊടികളൊന്നും ചേർക്കുന്നില്ല. വേണമെങ്കിൽ തക്കാളിയും കൂടെ ചേർക്കാം. ഇച്ചിരി ഉപ്പ് ചേർത്താൽ മതി. ആവശ്യത്തിന് നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് തേങ്ങ, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞാനേ ഈ സമയം കൊണ്ട് ഒരു കാര്യം കൂടെ ചെയ്യാൻ പോവാണ്. നമുക്ക്
നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പെരുംജീരകവും കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. പെരുംജീരകം നമ്മൾ ഓൾറെഡി മസാലയൊക്കെ ചേർത്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ഒരു ടേസ്റ്റ് ആയിരിക്കും. ഉലുവയും ഒരിച്ചിരി ചേർത്താൽ മതി. പിന്നെ ഒരു കാര്യം കൂടി ചേർക്കണം, കറിവേപ്പില. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ എന്നാലും സ്വല്പം ഈ ചട്ടി ആയതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് തേങ്ങ വറുത്തരപ്പൊന്ന് ചേർത്ത് കൊടുക്കണം. ഞാനിനിയും ഓവറായിട്ട് ഇനി ഓൾറെഡി തേങ്ങയൊക്കെ വറുത്തതല്ലേ, അപ്പം ആ ചൂടിലങ്ങ് മറ്റേതെല്ലാം അങ്ങ് ചൂടായിക്കോളൂ, അത് മതി. ചിക്കൻ അവിടെ ഇരുന്ന് വേഗട്ടെ. നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ചിക്കൻ മേടിക്കുന്നത്. ഇതിരുന്ന് വേഗട്ടെ. എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. കുറച്ച് പാത്രം കഴുകാൻ കിടക്കുന്നു, ഇതുൾപ്പെടെ. പിന്നെ ഇത് പിടിക്കട്ടെ, ചിക്കൻ കറി ഇവിടെ വെന്തുകൊണ്ടിരിക്കുക. അപ്പം അതിനിടയ്ക്ക് ഞാൻ പോയി ഒരു കാര്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഞാൻ കുറച്ച് കറിവേപ്പില കഴുകിയിട്ട് ഇതിനകത്തിട്ട് എന്താ പറയുന്നത് ഡ്രൈ ആക്കി. ആദ്യം ഞാൻ ഈ കറിവേപ്പില തണ്ടോടെയാണ് ഇട്ടത്. അപ്പം എനിക്ക് അത്രയ്ക്കൊരു ഇതിട്ടിങ്ങനെ കറക്കിയാൽ മതി. ഇതിനകത്തിട്ടിട്ട് ഇതിനകത്ത് വെച്ച് തന്നെ കഴുകുമ്പം ഇതിങ്ങനെ നെറ്റല്ലേ, അപ്പം കഴുകുമ്പോഴത്തേക്കിനും വെള്ളം ഇത് നമുക്കിങ്ങനെ കഴുകിയിട്ട് ഇങ്ങനെ പൊക്കി എടുക്കാം. ഞാൻ വേറൊരു ദിവസം ഇത് വൃത്തിയായിട്ട് കാണിച്ചു തരാവേ. സംഭവം ആക്ച്വലി എനിക്ക് നല്ല ഉപയോഗമുള്ള കാര്യമാണ്. അതാണ്. എന്നിട്ട് ഇതിങ്ങനെ കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടും കറിവേപ്പില വെള്ളം. അപ്പോൾ കറിവേപ്പിലൊക്കെ കുറേ ദിവസം ഇങ്ങനെ കണ്ട കുറേ ദിവസം നമുക്ക് കുറച്ച് വെള്ളമേ ഉള്ളൂ. ഇപ്പം ഞാൻ കുറച്ച് നേരമായി ഈ പരിപാടി തുടങ്ങിയിട്ട്. എനിക്ക് മെയിനായിട്ടും ചീരയ്ക്ക് വേണ്ടിയിട്ടാണ്. ചീര എനിക്കിത് കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് എനിക്ക് അതെല്ലാം കൂടെ പോയി. ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടേ ഉള്ളൂ. ആമസോണിൽ ഇത് അവൈലബിളാണ്. ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി. ഇനി ചീരയും കൊണ്ട് എനിക്കിനി ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഞാനിത് 2-3 ദിവസം ഉപയോഗിച്ചിട്ട് ഞാൻ ഒരു വീഡിയോയ്ക്കകത്ത് ഞാനത് പറയാം. 2-3 ദിവസം നമുക്ക് മനസ്സിലാവും. ചീര വൃത്തിയാക്കി വെച്ചില്ലെങ്കിൽ നാളെ എനിക്ക് മടിയാവും. നമ്മുടെ ചിക്കൻ ഇങ്ങനെ കറിയായി. ഹായ്. അപ്പോഴേ ഞാൻ ഈ ശനിയാഴ്ച ഡേ ഇൻ മൈ ലൈഫ് പ്രോപ്പറായിട്ടൊന്ന് എൻഡ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. കാരണം ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും അങ്ങ് ഭയങ്കരമായിട്ട് ക്ഷീണമായിപ്പോയി. പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല. ഞാൻ വേഗം നിന്ന് കഴിച്ച് ബാക്കി പരിപാടികളൊക്കെ ഒതുക്കിയിട്ട് അങ്ങ് കിടന്നു. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് ഇപ്പം ഒരു എൻഡിങ് ഇല്ലാതെ അതങ്ങനെ അങ്ങ് കാണിച്ചങ്ങ് നിർത്തി എന്നുള്ള ബോധം എനിക്ക് ഉണ്ടായത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.